ഒരു ചോദ്യം ചോദിച്ചത്, സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കൂപ്പണുകൾ അത് അനുവദനീയമാണോ എന്നുള്ളതാണ്. ഈ കൂപ്പണിന് പ്രത്യേകമായി വേറെ തുക ഈടാക്കുന്നില്ല എങ്കിൽ എന്താണ്? അനുവദനീയമാണ്. ഈ കൂപ്പണിന് പ്രത്യേകമായി ഈ സാധനത്തിൻ്റെ പുറമെ അതിന് പൈസ ഈടാക്കുന്നുണ്ടെങ്കിൽ അതെന്താവില്ല? അനുവദനീയമാകില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അനുവദനീയമാണ്. പക്ഷെ ചിലപ്പോൾ ചില പ്രൊഡക്റ്റ് നിരന്തരം പ്രൊഡക്റ്റിൻ്റെ കച്ചവടം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണ്? നറുക്കെടുപ്പാണ്. ഏതുപോലെ ഇപ്പം നാട്ടിൽ ചില ചായപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചായപ്പൊടി വാങ്ങിച്ചാൽ അപ്പം അതിൽ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം അല്ലെങ്കിൽ ഇത് ഇന്നത്. അപ്പോൾ അതിൽ ആൾക്കാർ പോയിട്ട് ഇതിങ്ങനെ വാങ്ങിക്കുന്നതിനുള്ള അതിൻ്റെ മെയിൻ ഇതെന്താ? അവിടെ ചായപ്പൊടി വാങ്ങാന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ നറുക്കെടുപ്പായി പ്രൊജക്റ്റഡ്. അതായത് ഈ അടിസ്ഥാനപരമായ കച്ചവടത്തെക്കാൾ അതിൻ്റെ ഉദ്ദേശം പിന്നെ എന്തായി മാറി? നറുക്കെടുപ്പ് എന്നുള്ളതായി മാറി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എല്ലാവരും അതിൻ്റെ ഭാഗവാക്കാന്ന്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി അതിന് പ്രത്യേക പണം ഈടാക്കുന്നില്ലെങ്കിൽ പോലും ഒരു ശുഭത്ത് അവിടെ ഉണ്ട്. ആശയക്കുഴപ്പമുണ്ട്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. കാരണം ആളുകൾ ഈ ഉൽപ്പന്നം വാങ്ങിക്കുക എന്ന അവരുടെ ലക്ഷ്യം പോലും മറക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമ്മാനങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി പൈസ ചിലവാക്കുക. അവരുടെ ആ ഒരു ആശ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ആഗ്രഹത്തെയാണ് ആര് മുതലാക്കുന്നത്? ഇത് കച്ചവടം ചെയ്യുന്ന മുതലാളി മുതലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക. വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതാണ് ഖൈർ. വല്ലാഹു തആല അഅലം.